ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ് എന്ന് വന്നിട്ടുള്ളത് ഒരു മാക്സി റീയൂസ് ആണ് കേട്ടോ. നമുക്ക് ഈ മാക്സി വെച്ചിട്ട് ഒരു അടിപൊളി ടോപ്പ് ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോലെ തന്നെ രണ്ട് വശമായിട്ട് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കേട്ടോ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയട്ടെ, അളവ് കാര്യങ്ങളൊക്കെ പറയാം. ജസ്റ്റ് ഇതൊന്നും ഞാൻ കാണിക്കുകയാണ്. നമ്മൾ എൻഡിലായിട്ട് താഴത്തേക്കായിട്ടൊരു റൗണ്ട് ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് ഒന്നും അത്ര നമുക്ക് വേണ്ട, മാക്സി കുറച്ചും കൂടി ലൂസായിരിക്കുമല്ലോ. അപ്പോൾ സ്ലീവിൻ്റെ അവിടെയും അതേപോലെ തന്നെ ഷേപ്പ് സ്ലിറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പം നമുക്ക് ഇത് ഓൾറെഡി വരുന്നത് അത്യാവശ്യം നല്ലൊരു സ്ലീവിൻ്റെ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഷോൾഡറൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാനിവിടെ 7 മാർക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ കഴുത്തിൻ്റെ അവിടെ നിന്ന് അല്ലെങ്കിൽ നെക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഒരു 7 മാർക്ക് ചെയ്തിട്ട് അതേപോലെ തന്നെ 9 മാർക്ക് ചെയ്യാം കേട്ടോ ഞാൻ. അതിനുശേഷം നമ്മൾ ആം ഹോളൊന്ന് വരച്ച് കൊടുക്കുകയാണ്. 1 ഇഞ്ച് 1.5 ഇഞ്ചിൽ നമുക്ക് ആം ഹോളൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. നോർമലി നമ്മൾ ചുരിദാറിന് ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെ. നമ്മൾ മാക്സി ആകുമ്പോൾ കുറച്ചും കൂടി ലൂസ് ഫിറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു ഷേപ്പ് നമ്മുടെ ചുരിദാറിൻ്റെ ഷേപ്പ് ഒന്ന് മെഷർ ചെയ്തെടുക്കുക. ജസ്റ്റ് വന്നിട്ട് 10 ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഷേപ്പ് ഒരു 9 കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഷേപ്പ് 9 കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ വരുന്നത് നമ്മുടെ സ്ലിറ്റിൻ്റെ ലെങ്ത്താണ്. സ്ലിറ്റിൻ്റെ ഒരു 23 ആ ഒരു ലെങ്ത്തിലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ലിറ്റ് 23 മതി. എന്നിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഒരു ലൈൻ വരച്ചു കൊടുത്തത് പിന്നെ നമ്മൾ കട്ട് ചെയ്യാൻ കേട്ടോ. പിന്നെ നമുക്ക് എൻഡിലേക്ക് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സ്ക്വയർ ആയിട്ടിന് തന്നെ ആയിട്ടോ വരച്ചത്. നമ്മൾ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറഞ്ഞത് 43 ആണ്. ആ 43 നന്നായിട്ട് ലൈനായിട്ട് വരച്ചിട്ടുണ്ട്. അതേമാതിരി നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് നല്ല കറക്റ്റായിട്ടൊരു ലൈനും വരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മൾ ഒരു 6 എന്നുള്ള ലെവലിൽ ഈ സൈഡിൽ നിന്നും 6, അതേപോലെ തന്നെ മറ്റേ സൈഡിൽ നിന്നും 6 എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ കൈക്കുയൊക്കെ വരയ്ക്കുന്ന മാതിരി ജസ്റ്റ് ഒരു 4 ഇഞ്ചിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാണ്ട് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്താണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ താഴത്തെ എൻഡിൽ നിന്ന് നമ്മൾ 6 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വശത്തുനിന്നും നമ്മൾ 6 മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം 6 എന്നുള്ള ലെവലിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മളൊരു കൈക്കുഴിയുടെ ആ ഒരു ലെവലിൽ നമ്മൾ ആംഗിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 4 എന്നുള്ള ലെവലിൽ എടുത്തിട്ടാണ് കുറച്ചൊരു ലെവലിൽ എടുത്തിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഷേപ്പ് റൗണ്ട് ഷേപ്പുമായിട്ട് നമ്മൾ കൊടുത്തിട്ട് അവിടെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ 4 നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് കുറയ്ക്കുന്നവർക്ക് കുറയ്ക്കുക, കുറച്ചും കൂടി റൗണ്ട് ഷേപ്പ് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി കൂട്ടൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ 4 കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 6 കൊടുത്തിട്ട് നമ്മൾ ഇവിടേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ അവിടെ നമ്മൾ 1 ഇഞ്ച് വിട്ടുങ്ങാണ്ട് നമ്മൾ 1 ഇഞ്ച് സ്ലീവിൻ്റെ അവിടെ അല്ല, നമ്മുടെ ഷേപ്പ് കാര്യങ്ങളൊക്കെ 1 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഏരിയ വിട്ടിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. സ്ലീവ് നമ്മുടെ ഈ ഒരു മാക്സി സ്ലീവ് പൊതുവേ എത്ര ഒരു ഹാഫ് സ്ലീവ് അല്ലെങ്കിൽ മുക്കാൽ സ്ലീവ് അങ്ങനെ ഉള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി സ്ലീവിൻ്റെ ലെങ്ത്ത് വേണം. അതിന് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ബാക്കി പോർഷനില്ലേ അതും കൂടി ഞാൻ അതിലേക്ക് പീസായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമ്മളിതിലേക്ക് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ, ഈ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ നമുക്ക് നോർമലി നമ്മൾ സ്ലീവ് വെക്കുക അറ്റാച്ച് ചെയ്യുക ഇതൊക്കെയാണ് പരിപാടി. ഞാൻ സ്ലീവ് ഇതാ കണ്ടില്ല, പകുതിയായിട്ടൊരു നമുക്ക് ഒരു 23 ആ ഒരു ലെങ്ത്താണ് വേണ്ടത്. ആ ഒരു ലെങ്ത്തിനനുസരിച്ചിട്ട് ഞാൻ സ്ലീവിന് പീസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാനും അതേപോലെ തന്നെ സ്ലിറ്റ് ഇടാനും ജസ്റ്റ് അടിഭാഗങ്ങളൊക്കെ അടിക്കാനും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ സ്ലീവ് വിചാരിക്കുന്നത് നമുക്ക് എലാസ്റ്റിക് ഇട്ടിട്ട് എൻഡിൽ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 1 ഇഞ്ചിൽ മടക്കി അടിച്ചതിന് ശേഷം നമ്മൾ എലാസ്റ്റിക് ഇട്ടിട്ട് പിന്നെ കൊണ്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാണ്ടോ ചെയ്തത്. ഈ ഒരു തരത്തിലുള്ള ചെറിയൊരു എലാസ്റ്റിക് ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഈ സ്ലീവ് നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് നമുക്കൊന്ന് കൂട്ടിയെടുക്കാനുള്ളൂ. നമ്മളിത് അവിടെ കൂട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു മാക്സി അടിപൊളിയായിട്ട് നല്ലൊരു അടിപൊളി ടോപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാക്സി എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റൽ കേസിനെയൊക്കെ നമ്മൾ ICUലൊക്കെ കിടക്കുന്ന സമയത്ത് നമുക്ക് വാങ്ങുന്ന ഒരു മാക്സിയാണ്. ആ മാക്സി നമ്മൾ പിന്നീട് ഇടില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ഇത്തരത്തിൽ നല്ലൊരു ടോപ്പൊക്കെ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ മാക്സിക്ക് ഒരുപാട് കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഇത്തരത്തിൽ ഒഴിവാക്കിയിട്ടുള്ള ഇതേപോലെ തന്നെ ഹോസ്പിറ്റൽ മാക്സി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഐഡിയ ഒക്കെ ഒന്ന് യൂസ് ചെയ്യുക. എന്തായാലും ഇഷ്ടാവാണ്ടിരിക്കില്ല. ഒരു അടിപൊളി ടോപ്പ് തന്നെയാണ് കേട്ടോ. നമുക്ക് വൈറ്റിൻ്റെ കൂടെയും അതേപോലെ തന്നെ നീല ജഗീന് ജീൻസിൻ്റെ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടോപ്പായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കോളാം കേട്ടോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.